വാർഡ് മെമ്പർ ഷീല പ്രധാനന്, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുരേഷ്, കൃഷി ഓഫീസർ, നമ്മുടെ ഇന്നത്തെ കർഷക ശ്രീമതി സീന ജയശീലൻ, മറ്റു മെമ്പർമാര്, അതുപോലെ സ്കൂളിലെ ടീച്ചറ്, ജൈവമിത്ര ഗ്രൂപ്പിലെ കർഷകര്, എല്ലാവർക്കും നമസ്കാരം. അന്തിക്കാട് ബ്ലോക്കില് അറിയപ്പെടുന്ന ഒരു കർഷക ഗ്രൂപ്പാണ് ജൈവമിത്ര എന്നുള്ളത്. അപ്പൊ നമുക്ക് ബ്ലോക്കില് ഏത് ഓർഗാനിക് ഫാമിന്റെയോ അതേപോലെ കൃഷിയുടെ എന്ത് ചെയ്യുന്നതാലും മനസ്സിൽ ആദ്യം വരുന്നൊരു പേര് ജൈവമിത്ര എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മൂല്യവർദ്ധിത യൂണിറ്റ് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് നൽകി, ഏറ്റവും നേരത്തെ സംസാരിക്കായിരുന്നു. മൂല്യവർദ്ധനത്തിൽ മാത്രം പോയാൽ പോരാ, കൃഷിയിലൂടെ കുറച്ച് വേണം. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവാണ് നമ്മളവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഓടിയെത്തുന്നില്ല എന്നുള്ളത് പറയും, എങ്കിലും നമ്മളത് ഉപേക്ഷിക്കാൻ പറ്റില്ലാത്ത ഒരു ഏരിയയാണ്. നിങ്ങൾ അതിലൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ സീനയെ കുറിച്ച് പറയുക വെച്ചാല് ജൈവ കൃഷിക്ക് വേണ്ടി കർഷകர்களுണ്ട്. എന്നാൽ അധികം സ്വന്തമായിട്ട് പറ്റില്ല എങ്ങനെയുള്ള ആളുകൾ അത് അത് മാത്രമല്ല, ജൈവ കൃഷി എന്ന് പറഞ്ഞാലും നമുക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉത്പാദിപ്പിക്കുന്ന പുതിയ പുതിയ ടെക്നോളജികളും ചെയ്യുന്ന നമ്മളുടെ ഈ പാടത്ത് പ്രായോഗികമാക്കിയിട്ടുണ്ടായിരുന്നു. പ്യൂവേറിയ, അതായത് ചാരിറ്റിക്കെതിരായിട്ട് പ്യൂവേറിയ ആഴ്ചയിൽ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടായി. നമ്മളത് തെളിച്ചു പോയി എന്നുള്ളതല്ല, അതിന്റെ ഓരോ ഘട്ടങ്ങളും സീന അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് കെമിക്കൽ ഉപയോഗിക്കുന്നതിനും ചാവണേലും കൂടുതലായിട്ട് ചാഴിക്ക് അസുഖം വന്നിട്ടാണ് ചാഴിക്ക് ഇല്ലാതാവുന്നത്. അപ്പൊ അത് അസുഖം വന്ന ചാഴിയുടെ പടവും അസുഖമില്ലാത്തതും തെളിച്ചതിന് മുമ്പും തെളിച്ചതിന് ശേഷമുള്ള ഓരോ ഘട്ടങ്ങളും സീനത് നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫോട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ ഇപ്പൊ ബ്ലോക്കിലും മറ്റു സ്ഥലത്തും ചാഴിക്കെതിരായിട്ട് ആ പ്യൂവറിയെന്നുള്ള സംഭവം നമ്മൾ റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ സീനയുടെ എഫേർട്ട് ശരിക്കും നമുക്ക് വ്യാപിപ്പിക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ അത് പ്രാർത്ഥനമാകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ നിരീക്ഷിക്കാനുള്ള കൗതുകം ഉൾപ്പെടെ അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അത് ശരിക്കും നല്ലൊരു ടീച്ചറുടെ വളരെയധികം ശ്ലാഘനീയമാണ്. കാരണം കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തന്നെ മണ്ണിനോടും അതുപോലെ ചെടികളോടുമുള്ള സ്നേഹം ഉണ്ടായാലാണ് അവരെ ഏത് പൊസിഷനായാലും, ഇപ്പൊ ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും നല്ല കാരുണ്യമുള്ളൊരു മനസ്സ് കുട്ടികൾക്ക് ഉണ്ടാവണം. അപ്പൊ മണ്ണിലിറങ്ങി ഇടപഴകാനുള്ള ഒരു മനസ്സൊക്കെ അവർക്ക് ഉണ്ടാവണമെങ്കിൽ അത് ചെറുപ്പത്തിലെ അവരുടെ തലയിൽ അങ്ങനെ ഉറക്കണം, എന്നാലും പറ്റുള്ളൂ. അപ്പൊ ആ ഒരു അവർക്ക് ആ ഒരു കൾച്ചറുണ്ടാവാനായിട്ട് ഈ ഇങ്ങനെയുള്ള പുരുഷന്റെയും ഇങ്ങനെയുള്ള കാഴ്ചകളും ഇവിടെ സഹായകരമായിരിക്കുമെന്ന് ഞാൻ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ അതിന് ഈ അവസരങ്ങൾ ഉപയോഗിക്കാനായിട്ട് ടീച്ചർമാരെല്ലാം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് വളരെയധികം അഭിനന്ദിക്കുന്നു. അതേപോലെ കുട്ടികൾക്ക് അവർക്കതൊരു ആഗ്രഹമാണ്. എന്നാലും അതിൽ ചെടികളിൽ നെൽമണിയൊക്കെ കാണാനായിട്ട് അതിന്റെ ഐക്യങ്ങളെ നൽകിക്കൊള്ളുന്നു. പിന്നെ ഇന്നത്തെ ഈ പരിപാടിക്ക് എല്ലാവരും ഇത് ആശംസകൾ അർപ്പിക്കുന്നു. നമ്മുടെ ആത്മാ പദ്ധതിയിൽ ചെറിയൊരു സഹായമാണ് ശരിക്ക് കൊടുത്തിട്ടുള്ളൂ, അതേ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. എങ്കിലും അതില്ലാതെ തന്നെ അത് പ്രതീക്ഷിച്ചിട്ടല്ല സീന വളരെ നല്ല രീതിയിൽ ഈ വക കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് എല്ലാവർക്കും മാതൃകയാവട്ടെ. നമുക്കും ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് കോൺഫിഡൻസ് വരുന്നത് ഇങ്ങനെ ഒരാൾ ചെയ്ത് കണ്ടിട്ടാണ് നമ്മളത് മറ്റുള്ളവരോട് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ അത് ആ കാര്യത്തില് സിനിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതേപോലെ മുന്നോട്ട് ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ആശംസിക്കുന്നു.